ഗാസയിൽ നിന്ന് ഇസ്രയേലിനു നേരെയുള്ള ഹമാസിൻ്റെ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 7 നടന്നത്. ഞെട്ടിത്തരിച്ച ഇസ്രയേൽ ഹമാസിനെ ഭസ്മമാക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രത്യാക്രമണം 7 മാസം പിന്നിടുകയാണ്. ഹമാസ് ഇപ്പോഴും പൊരുതുകയാണ്. താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങാൻ ഇസ്രയേൽ നിർബന്ധിതമായി. ഹമാസിൻ്റെ ആക്രമണത്തിനും പോരാട്ടത്തിനും അതിജീവനത്തിനും കരുത്തു പകർന്ന് കാണാമറയത്തു നിൽക്കുന്ന നേതാക്കൾ ആരെല്ലാമാണ്? ഇത് ഹമാസിൻ്റെ രാഷ്ട്രീയ സൈനിക ബുദ്ധി കേന്ദ്രങ്ങളുടെ കഥയാണ്. ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ പരമോന്നത നേതാവ്, ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ ചെയർമാൻ, 62 വയസ്സു പ്രായം, 2016 മുതൽ താമസം ഖത്തറിൽ. 1962 ഗാസയിലെ അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് ഹമാസിലൂടെ ഇസ്രയേലിൻ്റെ പേടി സ്വപ്നമായി വളർന്ന പോരാളി. അറബിക് സാഹിത്യത്തിൽ ബിരുദം. 1987 ഗാസ ഇസ്ലാമിക് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ഹമാസിലേക്ക്. 1989 ഒന്നാം ഇംതിഫാദ അടിച്ചമർത്തിയപ്പോൾ ഇസ്രയേൽ ഹനിയയെ തടവിലാക്കി. 3 വർഷം ജയിലിൽ. 1992 നിരവധി ഹമാസ് നേതാക്കൾക്കൊപ്പം ഇസ്രയേൽ ലബനാൻ അതിർത്തിയിൽ നാടുകടന്നു. 1 വർഷത്തിന് ശേഷം ഗാസയിൽ തിരിച്ചെത്തി. 1997 ഹമാസിൻ്റെ ഓഫീസ് മേധാവി. 2006 ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഹമാസിന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഇസ്മായിൽ ഹനിയയെ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ ഫത്താഹ പാർട്ടിയും ഹമാസുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ 2007 ഹനിയയെ അബ്ബാസ് പുറത്താക്കി. 2017 ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ ചെയർമാനായി. 2018 അമേരിക്ക ഹനിയയെ ഭീകരനായി പ്രഖ്യാപിച്ചു. 13 മക്കൾ, 3 പേർ മരിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരൻ. രണ്ടാമതായി അറിയപ്പെടുന്നത് ചാരരാജൻ യഹിയ സിൻവർ, ഗാസ മുനമ്പിലെ ഹമാസ് പ്രക്ഷോഭങ്ങളുടെ നേതാവ്. 1962 ജനനം, വയസ്സ് 62. ഹമാസിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ മജിദിൻ്റെ സ്ഥാപകൻ. ഇസ്രയേലിൻ്റെ ചാരന്മാരെയും ഇൻ്റലിജൻസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കണ്ടെത്തുകയും പിന്തുടരുകയുമാണ് ഈ ഏജൻസിയുടെ പ്രധാന ചുമതല. 3 തവണ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തു. 1988 അറസ്റ്റിലായപ്പോൾ 4 ജീവപര്യന്തമാണ് ശിക്ഷിക്കപ്പെട്ടത്. 5 വർഷമായി തടവിലായിരുന്ന ഇസ്രയേൽ ഭടനെ വെച്ച് ഹമാസ് വിലപേശി. അയാൾക്കു പകരമായി യഹിയ സിൻവർ ഉൾപ്പെടെ 1027 ഫലസ്തീൻ അറബ് തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു. തിരിച്ചെത്തിയ സിൻവാർ വീണ്ടും ഹമാസിൻ്റെ പ്രമുഖ നേതാവായി. 2017 ഗാസയിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ മേധാവിയായി. 2015 അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു.